LDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും തൃപ്പയാറിൽ നടന്നു. തൃപ്പയാർ പോളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2020 13 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിനോടൊപ്പമായി. രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 29 25 ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുകയാണുണ്ടായത്. 7 നഗരസഭകളിൽ 5നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. ഒരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഇരിഞ്ഞാലക്കുട നഗരസഭ LDF നഷ്ടപ്പെട്ടത്. ഏക കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ കഴിയും. തൃശൂർ ജില്ലയിലെ തിളക്കമാർന്ന വിജയമാണ്. അതിനുശേഷം 2021 നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു. ആ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ CS മണി അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, CPI മണ്ഡലം സെക്രട്ടറി കിഷോർ, NCP ജില്ലാ സെക്രട്ടറി UK ഗോപാലൻ, M സ്വർണ്ണലത ടീച്ചർ, MR ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി അമൽ T പ്രേമൻ എന്നിവരും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും സംസാരിച്ചു.